വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് JEE മെയിൻ എക്സാം ഉള്ളത് നോക്കാം. ഞാൻ അഡ്വാൻസിൻ്റെ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണണം. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ചെയ്ത് പഠിക്കണം. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1. If tan alpha, tan beta and tan gamma are the roots of the equation x cube minus 3ax square plus 3bx minus 1 is equal to 0. Then the centroid of triangle ABC are, where A is tan alpha cot alpha, B tan beta cot beta, C tan gamma cot gamma. ഇവിടെ ABC ഈ 3 വെർട്ടീസസ് വരുന്ന 3 വെർട്ടെക്സ് വരുന്ന ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. അപ്പം ടാൻ ആൽഫ, ടാൻ ബീറ്റ, ടാൻ ഗാമ ഏതിൻ്റെ റൂട്ട്സാണ്? എക്സ് ക്യൂബ് മൈനസ് 3ax സ്ക്വയർ പ്ലസ് 3bx മൈനസ് 1 = 0. ഇതിൻ്റെ റൂട്ട്സ് ആണെങ്കിൽ ഈ വെർട്ടെക്സ് വരുന്ന ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്താണ്? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസ്. ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. എക്സ് ക്യൂബ് ഞാൻ ജനറലായിട്ടൊരു റിസൾട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ആൻസറിലോട്ട് വരാം. ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d = 0. ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ്. ഇതിൻ്റെ റൂട്ട്സ് ആണെങ്കിൽ നമുക്കറിയാവുന്ന റിസൾട്ട് എന്താ? വി നോ ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ മൈനസ് b/a, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ is equal to c/a and alpha beta gamma that is equal to minus d/a. ഇങ്ങനെ ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ഇതെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ മൈനസ് b/a, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ c/a, ആൽഫ ബീറ്റ ഗാമ മൈനസ് d/a. കാരണം നമുക്കിവിടെ ആവശ്യമുണ്ട്. ടാൻ ആൽഫ, ടാൻ ബീറ്റ, ടാൻ ഗാമ അത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഏത് ഇക്വേഷൻ്റെ റൂട്ട്സാണ്? എക്സ് ക്യൂബ് മൈനസ് 3ax സ്ക്വയർ പ്ലസ് 3bx പ്ലസ് മൈനസ് 1 = 0. ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ പ്ലസ് ടാൻ ഗാമ = മൈനസ് b/a that is 3a. ടാൻ ആൽഫ ടാൻ ബീറ്റ പ്ലസ് ടാൻ ബീറ്റ ടാൻ ഗാമ പ്ലസ് ടാൻ ആൽഫ ടാൻ ഗാമ that is equal to c/a 3b/1. ടാൻ ആൽഫ ടാൻ ബീറ്റ ടാൻ ഗാമ അതെന്ത് വരും? c/a എന്ന് പറയുമ്പോൾ ഇവിടെ c എന്താ? -1 മൈനസ് c/a സോ +1. നമുക്ക് വെർട്ടീസസ് ഉണ്ടല്ലോ, തന്നിട്ടുണ്ട്. ഈ സെൻട്രോയിഡിൻ്റെ ഫോർമുല എന്താ? x1 പ്ലസ് x2 പ്ലസ് x3/3 y1 പ്ലസ് y2 പ്ലസ് y3/3. ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ പ്ലസ് ടാൻ ഗാമ ഡിവൈഡഡ് ബൈ 3 കോമ കോട്ട് ആൽഫ കോട്ട് ബീറ്റ പ്ലസ് കോട്ട് ഗാമ ഡിവൈഡഡ് ബൈ 3. നമുക്കിവിടെ ടാൻ ആൽഫ ടാൻ ബീറ്റ പ്ലസ് ടാൻ ഗാമ നമുക്കറിയാം അല്ലേ?
നോക്കി ഇത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻട്രോയിഡ് എടുത്ത് എഴുതാം. കോട്ട് ആൽഫ പ്ലസ് കോട്ട് ബീറ്റ പ്ലസ് കോട്ട് ഗാമ എന്ത് വരും നോക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/tan ആൽഫ, 1/tan ബീറ്റ, 1/tan ഗാമ. Taking LCM, we get tan beta, tan gamma, tan alpha, tan gamma plus tan alpha, tan beta whole divided by tan alpha, tan beta, tan gamma. നമുക്ക് സെൻട്രോയിഡിൻ്റെ y കോർഡിനേറ്റ് എന്ത് കിട്ടും? ഇത് നമ്മൾ എന്താ എഴുതിയത്? മൈനസ് പ്ലസ് 3b/1, ദാറ്റ് ഈസ് 3b. ദിസ് ഈസ് ഈക്വൽ ടു 1. That is tan alpha, tan beta, tan gamma 1. That is equal to 3b. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെൻട്രോയിഡ് ഈസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് എന്തായിരുന്നു? tan alpha plus tan beta plus tan gamma by 3. tan alpha plus tan beta plus tan gamma എന്താ? 3a by 3. This is 3b by 3. That is a comma b. മാക്സിമം നിങ്ങൾ ചെയ്യുമ്പോൾ ഷോർട്ടാക്കി ചെയ്ത് നോക്കുക. ഞാൻ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടി കുറച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയാണ്. ആൻസർ a comma b. Second question. Find the number of values of b. Find number of values of b for which in an acute triangle ABC the coordinates of orthocenter H are 4, B. Centroid G, B, 2b minus 8 and circumcenter S minus 4, 8. നോക്കിവിടെ സർക്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓർത്തോസെൻറ്റർ, സെൻട്രോയിഡ്, സർക്കംസെൻറ്റർ. ഓർത്തോസെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ആൾട്ടിറ്റ്യൂഡ്സ്. സെൻട്രോയിഡ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി മീഡിയൻസ്. സർക്കംസെൻറ്റർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ്. ഓർത്തോസെൻറ്റർ, സെൻട്രോയിഡ്, സർക്കംസെൻറ്റർ, ഇത് മൂന്നും തമ്മിലൊരു റിലേഷനുണ്ട്. അത് നമുക്ക് നോക്കാം. ഓർത്തോസെൻറ്റർ നമുക്ക് തന്നിരിക്കുന്ന ലെറ്റർ എച്ച്, സെൻട്രോയിഡ് ജി, സർക്കംസെൻറ്റർ എസ്. ജി ഡിവൈഡ്സ് എച്ച് ആൻഡ് എസ് ഇൻ ദ റേഷ്യോ 2:1. ജി ഡിവൈഡ്സ് എച്ച് ആൻഡ് എസ് ഇൻ ദ റേഷ്യോ 2:1. ഇവിടെ എച്ച് എന്ന് പറയുന്ന പോയിൻ്റ് നമുക്കറിയാമല്ലോ, 4b, എസ് -4, 8, സെൻട്രോയിഡ് B,
നമുക്ക് റേഷ്യോ ഇവിടെ മിഡിലായിട്ട് എഴുതുക. നോക്കിങ്ങനെ mx2 + nx1/m+n അല്ലേ, 2 × -4 ഇങ്ങനെ എഴുതുക, പ്ലസ് 1 × 4 ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് 2 × -4 + 1 × 4/2 + 1, 2 × 8. circumcenter -4 8 4, b, b 2b - 8 -4 8, 2 × 8 + 1 × b whole divided by 3, that is equal to b, 2b - 8. നോക്ക് -4/3 കേട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? b is equal to -4/3. ഇനി നമുക്ക് സെക്കൻഡും കൂടെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. -4/3 is equal to b, equating x coordinate. Equating y coordinate, 16 + b divided by 3, 2b - 8. So 16 + b is equal to 6b - 24. -24 നോക്കുക ലെഫ്റ്റിൽ, b റൈറ്റ് സൈഡിൽ. 40 is equal to 5b. b എത്ര കിട്ടും? 8. നമുക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ ഒരിടത്ത് എന്താ കിട്ടിയത്? ബിക്ക് -4/3. ഹിയർ വി ഗെറ്റ് b is equal to 8. ഒരേ വേരിയബിളിന് തന്നെ 2 വാല്യൂസ് കിട്ടി, നമ്മളിതിൽ ഏതെടുക്കും? ദിസ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പോയിൻ്റാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് സെയിം ആകണ്ടേ. ഇറ്റ് ഈസ് നോട്ട് possible. Therefore b has 2 values, so number of values of b is equal to 0. b 8 കിട്ടി, -4/3 കിട്ടി അല്ലേ. It is not possible. Therefore number of values of b is equal to 0. സിംഗിൾ ഡിജിറ്റ് നമ്പറായിട്ടൊക്കെ എഴുതാൻ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ. അഡ്വാൻസിനും ചോദിക്കാം, ചിലതൊക്കെ ലെങ്തിയാ, മെയിനും ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. The line joining capital A, b cos alpha, b sin alpha, and b a cos beta, a sin beta. Where a not equal to b is produced to m such that am is to mxy, such that am is to mb is equal to b is to a. Then x into cos alpha plus beta by 2 plus y into sin alpha plus beta by 2. ഇതിൻ്റെ വാല്യൂ എന്ത്? ഇവിടെ എയും ബിയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളിവിടെ എ ബി, എയും ബിയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അല്ലേ. പോയിൻ്റ് ഓഫ് ഡിവിഷൻ എവിടെയാണ് വരുന്നത്? എക്സ്റ്റേണലിയാണ്. എയും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ബിയും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? m divides a and b externally in the ratio. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? b cos alpha, b sin alpha,
A cos beta A sin beta. റേഷ്യോ B:A. നമുക്ക് മിഡിലായിട്ട് എഴുതാം. എം എന്ത് കിട്ടും? എം എക്സ് വൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ദിസ് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ. ബി ഇൻറ്റു ദിസ് ദറ്റ് ഈസ് എ ബി കോസ് ബീറ്റ പ്ലസ് എ ഇൻറ്റു ബി കോസ് ആൽഫ. എ ബി കോസ് ആൽഫ, സോറി എക്സ്റ്റേണലി ആണ്, മൈനസ് b into this minus a into this whole divided by b minus a, comma b into a sin beta, that is ab sin beta minus ab sin alpha whole divided by b minus a. x കിട്ടി അല്ലേ? y this. എക്സ് ഇതിൽ എ ബി കോമൺ എടുക്കാം. എ ബി ഇൻറ്റു കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ. നിങ്ങൾ പ്ലസ് വണ്ണിനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. കോസ് എക്സ് മൈനസ് കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 മൈനസ് 2 സൈൻ ബീറ്റ ബീറ്റ പ്ലസ് ആൽഫ ബൈ 2 സൈൻ ബീറ്റ മൈനസ് ആൽഫ ബൈ 2 y ഈസ് ഈക്വൽ ടു divided by b minus a. y is equal to, ഇവിടെ എ ബി കോമൺ എടുക്കാം. എ ബി ബൈ ബി മൈനസ് എ ഇൻറ്റു സൈൻ ബീറ്റ മൈനസ് സൈൻ ആൽഫ 2 കോസ് ബീറ്റ പ്ലസ് ആൽഫ ബൈ 2 സൈൻ ബീറ്റ മൈനസ് ആൽഫ ബൈ 2. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? എക്സ് കോസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 പ്ലസ് വൈ സൈൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. യു ഹാവ് ടു ഫൈൻഡ് എക്സ് കോസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 പ്ലസ് വൈ സൈൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. എക്സിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുക. ഇവിടെ 2 minus 2ab by b minus a into this cos alpha plus beta by 2 sin beta plus alpha by 2 sin beta minus alpha by 2 plus yക്ക് പകരം ഇത് കൊടുക്കാം. 2ab by b minus a into cos alpha plus beta by 2 sin beta minus alpha by 2 into sin alpha plus beta by 2. Okay, cos alpha plus beta by 2 sin, these two terms are same, these two terms are same. 2ab by b minus a, one is negative, other is positive. Adding we get answer is 0. Question number 4. Very simple question. 3 vertices of a parallelogram are given. Find third vertex. A minus 1 0. ABCD is a parallelogram. B 3 comma 1. C 2 comma 2. ABCD is a parallelogram. Find D. D കാണുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് ഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ? ബി അല്ലേ? തന്നിരിക്കുന്ന ഡയഗണൽ 2 വെർട്ടീസസ് ഉള്ള ഡയഗണൽ ഏതാണ്? എ സി. -1 + 2 -3 ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. നമുക്ക് കാണേണ്ട വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുക. -1 + 2 -3 കോമ 0 + 2 -1. -1 + 2 -1 -3 -4 + 2 -2 2 -1. പെട്ടെന്ന് കിട്ടും.
Question number 5. The line x plus y is equal to 4 divides the line joining the points -1, 1 and 5, 7 in the ratio the line joining x plus y is equal to 4 divides the line joining the points -1, 1 and 5, 7 in the ratio. Let P divides this and this. നമുക്കൊരു പേര് കൊടുക്കാം. A -1, 1 B 5, 7. Let ratio be K:1. നമുക്ക് റേഷ്യോ തന്നിട്ടില്ല അല്ലേ. K into 5 plus 1 into point is 5K plus -1 divided by K plus 1. 7K plus 1 into 1 by K plus 1. ഈ പോയിൻ്റ് എവിടെ ഏത് ലൈനിലാണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 മീൻസ് എക്സ് കോർഡിനേറ്റ് പ്ലസ് വൈ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു 4. 5K -1 by K plus 1 plus 7K plus 1 by K plus 1 that is equal to 4. Common denominator നമുക്ക് cross multiply ചെയ്യാം. 5K plus 7K 12K -1 plus 1 cancel 4 into K plus 1 4K plus 4 12 minus 4 8K is equal to 4. K is equal to 4 by 8. നമുക്കിവിടെ ഓപ്ഷനിൽ 2 ഓപ്ഷൻ ഉണ്ടെന്ന് 1:2 ഇൻറ്റേർണലി മറ്റേത് 1:2 എക്സ്റ്റേർണലി. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവാണ് കിട്ടിയത് അല്ലേ. നമ്മൾ എന്ത് എഴുതണം? 1:2 ഇൻറ്റേർണലി. ഇവിടെ -1/2 കിട്ടിയിരുന്നത് എന്തെഴുതാം? 1:2 എക്സ്റ്റേർണലി. 2 ഓപ്ഷൻ ഉണ്ട് അവിടെ, 4 ഉണ്ട്. അതിൽ 2 ഇതാണ്. ഒന്ന് 1:2 ഇൻറ്റേർണലി, മറ്റേ 1:2 എക്സ്റ്റേർണലി, വേറെ 2 ഇത്. അപ്പം പോസിറ്റീവ് 1/2 കിട്ടിയതുകൊണ്ട് ഇൻറ്റേർണലി, നെഗറ്റീവ് 1/2 ആയിരുന്നെങ്കിൽ എക്സ്റ്റേർണലി. നമുക്ക് നെക്സ്റ്റ് വീഡിയോ 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് പഠിക്കുക. ഓഗസ്റ്റ് 5 ആയല്ലോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.